ഈ ലഘുനാടകത്തെക്കുറിച്ച് 2 വാക്ക്. നീതിമാൻ എന്തിനു ക്ലേശങ്ങൾ സഹിക്കണം എന്ന സങ്കീർണമായ പ്രശ്നത്തെ അപഗ്രഥിക്കുകയാണ് ജോബിന്റെ പുസ്തകത്തിൽ. പ്രപഞ്ച നിയന്താവായ ദൈവത്തിന്റെ ലക്ഷ്യങ്ങളും മാർഗങ്ങളും നിസ്സാരനായ മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്രാപ്യവും ദുർഗ്രഹവുമാണെന്ന ഉത്തരമാണ് ജോബ് വഴി നമുക്ക് ലഭിക്കുന്നത്. കഠിനമായ പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ നാം ആരുടെ പക്ഷത്തു ചേരും? ജോബിനെ പോലെ ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുമോ, അതോ സാത്താനു വഴങ്ങുമോ? ഞങ്ങൾ അവതരിപ്പിക്കട്ടെ നീതിമാന്റെ സഹനം. വെറും ഒരൊറ്റ പഴം കൊണ്ട് അന്ന് ഞാൻ ഈ നരവംശത്തെയാകെ നാശത്തിലേക്ക് വീഴ്ത്തി. പക്ഷേ ഈ നീതിമാനായ ജോബ് ഒരു ഭയങ്കരൻ തന്നെ. എത്ര ശ്രമിച്ചിട്ടും അവനെ നശിപ്പിക്കാൻ സാധിക്കുന്നില്ലല്ലോ. ജോബ് ജോബ് പ്രഭു, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഈ ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ചു വരികയാണ് പ്രഭു. എന്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? അവനെ പോലെ സത്യസന്ധനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി ഭൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ? ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ? അങ്ങ് അവന്റെ സമ്പത്തിനും ഭവനത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി. അവനെ ധാരാളമായി അനുഗ്രഹിച്ചു. അവന്റെ സമ്പത്തിന്മേൽ കൈവച്ചാൽ അവനങ്ങയെ ദുഷിക്കുന്നത് കാണാം. അവനുള്ള സകലത്തിന്മേലും ഞാൻ നിനക്ക് അധികാരം തരുന്നു, എന്നാൽ അവനെ മാത്രം ഉപദ്രവിക്കരുത്. ഇല്ല. സർവ ഐശ്വര്യത്തിലും വാണിരുന്ന ജോബിന്റെ പുത്രന്മാർ പതിവായി നടത്തിയിരുന്ന വിരുന്നു സൽക്കാരങ്ങൾക്ക് ശേഷം ദൈവത്തിന്റെ അപ്രീതിക്ക് അവർ പാത്രമായെങ്കിലോ എന്ന് ധരിച്ച് ജോബ് അവരെ ശുദ്ധീകരിക്കുകയും അവർക്ക് വേണ്ടി ദഹനബലി അർപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു. പോരുക, എല്ലാവരും ബലികൂടാരത്തിലേക്ക് പോരുക, ദഹനബലിക്കുള്ള സമയമായിരിക്കുന്നു. ആബേലിൻ കാഴ്ചയും അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും ആബേലിൻ കാഴ്ചയും അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും അമൂല്യമായൊന്നും ഇല്ലെനിക്കേകുവാ, എന്നെ മാത്രം ഞാനങ്ങിൽ അർപ്പിക്കുന്നു. പ്രിയേ,
ഇന്ന് നമ്മുടെ മൂത്ത പുത്രന്റെ ഭവനത്തിലല്ലേ വിരുന്ന് സൽക്കാരം? നമ്മുടെ പുത്രന്മാരെല്ലാവരും പോയോ? അതെ, അവരെല്ലാം പുത്രിമാരും വൃത്യരുമൊത്ത് പുറപ്പെട്ടു കഴിഞ്ഞു. വിരുന്ന് സൽക്കാരം മാത്രം പോരാ, ദാനധർമ്മങ്ങൾക്കും ബലിക്കും യാതൊരു കുറവും വരുത്തരുതെന്ന് അവരെ നീ ഓർമ്മിപ്പിച്ചില്ലേ? പൂവ്, അതിലൊന്നും നമ്മുടെ മക്കൾ ഒരു കുറവും വരുത്തുകയില്ല. ശരി തന്നെ. യജമാനെ, 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 ഞങ്ങൾ കാളകളെ പൂട്ടുകയായിരുന്നു. കഴുതകളും സമീപത്ത് മേഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഷേബാക്ര വന്ന് വേലക്കാരെയെല്ലാം വാളിനിരയാക്കി എല്ലാം അപഹരിച്ചു കൊണ്ടുപോയി. ഞാൻ മാത്രമേ അങ്ങയോട് ഈ വിവരം പറയാൻ രക്ഷപ്പെട്ടിട്ടുള്ളൂ. യജമാനെ, 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 ദൈവത്തിന്റെ അഗ്നി ആകാശത്തു നിന്നിറങ്ങി നമ്മുടെ ആടുകളെയും ദാസന്മാരെയും ദഹിപ്പിച്ചു കളഞ്ഞു. ഈ വിവരം അറിയിക്കാൻ ഞാൻ മാത്രമേ ശേഷിച്ചുള്ളൂ. യജമാനെ, 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 കൽദായർ 3 കൂട്ടമായി വന്ന് വേലക്കാരെയെല്ലാം ആക്രമിച്ച് കൊന്നിട്ട് ഒട്ടകങ്ങളെ മുഴുവൻ പിടിച്ചുകൊണ്ടുപോയി. ഞാൻ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ യജമാനെ. യജമാനെ, യജമാനെ, അങ്ങേ ഞാൻ ഈ വാർത്ത എങ്ങനെ അറിയിക്കും? എങ്ങനെ പറയാതിരിക്കും? എല്ലാം നശിച്ചു യജമാനെ. ഇനി എന്താണ് നിനക്ക് പറയാനുള്ളത്? അതുകൂടി കേൾക്കട്ടെ. നിന്റെ പുത്രന്മാരും പുത്രിമാരും അവരുടെ ജ്യേഷ്ഠ സഹോദരന്റെ വീട്ടിൽ സൽക്കാരത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്നും വീശിയ കൊടുങ്കാറ്റ് വീടിന്മേൽ ആഞ്ഞടിച്ചു. വീട് തകർന്നു വീണു എല്ലാവരും മരിച്ചുപോയി യജമാനെ. ഈ വിവരം അറിയിക്കാൻ ഞാൻ മാത്രം ബാക്കിയായി. അമ്മയുടെ ഉദരത്തിൽ നിന്നും നഗ്നനായി ഞാൻ വന്നു. നഗ്നനായി തന്നെ ഞാൻ പോകും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. സാത്താൻ, പ്രഭു, എന്റെ ദാസനായ ജോബിനെ ശ്രദ്ധിച്ചോ? അകാരണമായി അവനെ നശിപ്പിക്കാൻ നിന്നെ ഞാൻ അനുവദിച്ചെങ്കിലും അവന്റെ വിശ്വസ്തത അചഞ്ചലമായി നിൽക്കുന്നു. ചർമ്മത്തിന് പകരം ചർമ്മം. ജീവന് വേണ്ടി തനിക്കുള്ളതെന്തും മനുഷ്യൻ ഉപേക്ഷിക്കും. അവന്റെ അസ്ഥിയിലും മാംസത്തിലും കൈവയ്ക്കുക. അപ്പോൾ കാണാം അവനങ്ങയെ ദുഷിക്കുന്നത്. ഇതാ അവനെ ഞാൻ നിനക്ക് വിട്ടുതരുന്നു. എന്നാൽ അവന്റെ ജീവനിൽ മാത്രം കൈവയ്ക്കരുത്. ഇല്ല. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ.
രോഗിയായി തളർന്നിരിക്കുന്ന എന്നെ നാഥ നിന്റെ തൃക്കടാക്ഷത്താൽ പൂർണ്ണ സൗഖ്യം നൽകണേ. ഇത്രയും കഷ്ടപ്പാടുകളെല്ലാം തന്നിട്ടും ദൈവഭക്തിയിൽ എന്തിനുറച്ചു നിൽക്കുന്നു? ദൈവത്തെ ശപിച്ചിട്ട് മരിക്കൂ. പോഷത്വം പറയരുത്. ദൈവകരങ്ങളിൽ നിന്നും നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? സർവവും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവശക്തൻ നമ്മെ കാക്കും. ആരൊക്കെയോ വരുന്നുണ്ടല്ലോ. ജോബിന് സംഭവിച്ച അനർത്ഥങ്ങൾ അറിഞ്ഞ് അവനെ കാണാനെത്തിയതാണ് ഞങ്ങൾ. ഞാൻ എലിഫാസ്. ഞാൻ സോഫർ. ഞാൻ ബിൽദാദ്. ജോബിനെ വിളിക്കൂ. ഈ നിൽക്കുന്ന ഞാൻ തന്നെയാണ് നിങ്ങളുടെ സ്നേഹിതനായ ജോബ്. അയ്യോ കഷ്ടം. നിനക്കിതങ്ങനെ സംഭവിച്ചു ജോബ്? നിനക്കിത് എന്തുകൊണ്ട് സംഭവിച്ചു ജോബ്? ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെടട്ടെ. അമ്മയുടെ ഉദരത്തിൽ വെച്ചോ പുറത്തു വന്നപ്പോഴോ ഞാൻ മരിക്കാഞ്ഞതെന്തേ? ദൈവം വഴി അടച്ചവന് വെളിച്ചം എന്തിന്? ഞാൻ അസ്വസ്ഥനാണ്. എനിക്ക് ദുരിതങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. സംസാരിച്ചാൽ നിനക്ക് അഹിതമായി തോന്നുമോ? എങ്കിലും പറയാതെ ഇരിക്കാൻ നിവൃത്തിയില്ല. നീ അനേകരെ ഉപദേശിക്കുകയും ദുർബലർക്ക് കരുത്തു പകരുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നിനക്കിത് സംഭവിച്ചപ്പോൾ നിന്റെ ക്ഷമ കെട്ടുപോയി. നീതിമാൻ എന്തെങ്കിലും നാശമടഞ്ഞിട്ടുണ്ടോ? അനീതി വിതയ്ക്കുന്നവൻ അത് തന്നെ കൊയ്യുന്നു. ദൈവദൃഷ്ടിയിൽ അവിടുത്തെ ദാസർ പോലും കുറ്റമറ്റവരല്ല. അപ്പോൾ മനുഷ്യന് നീതിമാനാകാൻ കഴിയുമോ? സർവശക്തന്റെ ശാസനയെ അവഗണിക്കരുത്. കർത്താവ് എനിക്ക് തന്ന കഷ്ടതകൾ എത്ര ഭീകരമാണ്. അതിനാൽ എന്റെ വാക്കുകൾ വിവേകശൂന്യമായി പോയി. ദൈവം എന്നെ മരിക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ. പരിശുദ്ധന്റെ വചനത്തെ ഞാൻ തിരസ്കരിച്ചിട്ടില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തുവെന്ന് പറഞ്ഞു തരിക. ആത്മാർത്ഥമായ വാക്കുകൾ സ്വീകാര്യമാണ്. നിന്റെ പ്രചണ്ഡ ഭാഷണത്തിന് അവസാനമില്ലേ? സർവശക്തൻ അനീതി പ്രവർത്തിക്കുമോ? നിന്റെ മക്കളോ മുൻ തലമുറയോ അവിടത്തേക്കെതിരായി പാപം ചെയ്തിരിക്കാം. തക്ക ശിക്ഷ ലഭിച്ചുവെന്ന് കരുതിയാൽ മതി. ദുഷ്ടന്മാർ തഴച്ചു വളരുമെങ്കിലും പോട്ടപ്പുല്ല് പോലെ നശിച്ചു പോകും. നീ നീതിമാനാണെങ്കിൽ അവിടത്തോട് അപേക്ഷിക്കുക. നിശ്ചയമായും ദൈവം നിന്നെ രക്ഷിക്കും. പക്ഷേ ദുഷ്ടരുടെ കൂടാരങ്ങൾ നശിച്ചു പോകും. അത് ശരി തന്നെ. ദൈവത്തിന്റെ മുമ്പിൽ ഒരുവൻ എങ്ങനെ നീതിമാനാകാൻ കഴിയും? ജ്ഞാനിയും ബലിഷ്ഠനുമായ അവിടുത്തോട് ന്യായവാദം ചെയ്യാൻ ആർക്ക് സാധിക്കും? ഏറെ പറഞ്ഞാൽ ന്യായീകരണമാകുമോ? നിന്റെ അകൃത്യങ്ങൾക്ക് അറിയിക്കുന്ന ശിക്ഷ ലഭിച്ചിട്ടില്ലെന്ന് സമാധാനിക്കുക. ഇതെല്ലാം നിങ്ങളുടെ പാപത്തിന്റെ ഫലം തന്നെ. ദൈവം അധരം കൊണ്ട് നിന്നോട് സംസാരിക്കുകയും ദുർഗ്രഹമായ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ നിനക്ക് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നെങ്കിൽ. ജനസ്വരമാണ് നിങ്ങളുടേത്. വിജ്ഞാനവും ശക്തിയും ദൈവത്തോടുകൂടിയാണ്. അവിടുന്ന് ഭൂമിയെ ശൂന്യതയിൽ തൂക്കിയിട്ടിരിക്കുന്നു. ഭൂമിയിൽ നിന്ന് ആഹാരം ലഭിക്കുന്നു. എന്നാൽ അതിന്റെ അധോഭാഗം അഗ്നിയാൽ തിളച്ചു മറിയുന്നു. ജ്ഞാനത്തിന്റെ ഉറവിടമായ അവിടുത്തെ വഞ്ചിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? എത്ര നാൾ നിങ്ങളും കുത്തുവാക്കുകൾ കൊണ്ട് എന്നെ പീഡിപ്പിക്കും? ഞാൻ എല്ലാവരുടെയും മുമ്പിൽ പരിഹാസപാത്രമായിരിക്കുന്നു. നീതിമാനായ ദൈവം എന്റെ അപേക്ഷ കേൾക്കാതിരിക്കില്ല. എന്റെ ചർമ്മം അഴുകിപ്പോയാലും മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. ഞാൻ അനീതി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എനിക്ക് ഇനിയും കഷ്ടതകൾ തന്നുകൊള്ളട്ടെ. ജോബ്,
പൗരുഷത്തോടെ നീ അരമുറുക്കുക. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയുക. മനുഷ്യ, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിടുകയും സമുദ്രത്തിന് അതിരുകൾ നിശ്ചയിക്കുകയും ചെയ്തപ്പോൾ നീ എവിടെ? അഗാധമായ അന്ധകാരത്തിന്റെ വാതിലുകൾ നീ കണ്ടിട്ടുണ്ടോ? പ്രകാശത്തിന്റെ ഉറവിടം ഏത്? പ്രപഞ്ചത്തിന്റെ നിഗൂഢതയെപ്പറ്റി നിനക്ക് എന്തറിയാം? ഭൂമിയും അതിലെ ചരാചരങ്ങൾ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് ആരാണ്? കർത്താവേ, അജ്ഞത കൊണ്ട് ഞാൻ പറഞ്ഞു പോയതൊക്കെയും പൊറുക്കണേ. അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോഴിതാ കാണുന്നു. അതിനാൽ എന്നെ തന്നെ വെറുക്കുന്നു. പൊടിയിലും ചാരത്തിലും കിടന്ന് ഞാൻ പശ്ചാത്തപിക്കും. എലീഫാസേ, എന്റെ ക്രോധം നിനക്കും നിന്റെ സ്നേഹിതർക്കുമെതിരെ ജ്വലിക്കുന്നു. എന്തെന്നാൽ നിങ്ങൾ എന്നെപ്പറ്റി എന്റെ ദാസൻ ജോബിനെ പോലെ ശരിയായിട്ടല്ല സംസാരിച്ചത്. അതിനാൽ ജോബ് നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്ത ബലി അർപ്പിക്കട്ടെ. അവന്റെ ബലി ഞാൻ സ്വീകരിക്കുകയും നിങ്ങളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും. ജോബ്, നിനക്കുണ്ടായിരുന്ന ഐശ്വര്യങ്ങൾ ഇരട്ടിയായി ഞാൻ തിരികെ തരും. നിന്റെ മക്കളെയും നിനക്ക് ലഭിക്കും. ആബേലിൻ കാഴ്ചയും അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും ആബേലിൻ കാഴ്ചയും അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും അമൂല്യമായൊന്നും ഇല്ലെനിക്കേകുവാ. എന്നെ മാത്രം ഞാനങ്ങിൽ അർപ്പിക്കുന്നു. ഒരുവൻ എങ്ങനെ നീതിമാനാകാൻ കഴിയും? ഭൂമിയെ ശൂന്യതയിൽ തൂക്കിയിട്ടിരിക്കുന്നു. ഭൂമിയിൽ നിന്ന് ആഹാരം ലഭിക്കുന്നു. അവതരിപ്പിക്കട്ടെ നീതിമാന്റെ സഹനം. രംഗത്ത് റോയ് മാത്യു, സുജാത റോയ്, ബാബു മാത്യു, ഫ്രാങ്കോ ഡേവിസ്, രാജേഷ് കളരിപ്പറമ്പിൽ, മാത്യു റോയ്, ജോർജ് ജേക്കബ്, അജിത് ബെനഡിക്ട് ആൻഡ് അജിത് ചെറിയാൻ. സൗണ്ട് ആൻഡ് ടെക്നോളജി ഷെല്ലി വടക്കേക്കര. നാടകാവിഷ്കാരം സംവിധാനം കുര്യൻ മാത്യു കൈനകരി.